രാവിലെ മുതൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. ദൈവം ഒരു പുതിയ കാര്യം ചെയ്യുമെന്ന് പറയുമ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ്? നമ്മൾ പലപ്പോഴും അതൊരു പ്രതീക്ഷ തരുന്ന വചനമാണെങ്കിൽ തന്നെയും നമ്മൾ അത് പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷയാണോ അതോ നെഗറ്റീവാണോ? ഞാൻ ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വചനം നോക്കിയായിരുന്നു. 1 ശമൂവേൽ 16-ാം അധ്യായത്തിലെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ആരെങ്കിലും അത് മലയാളത്തിലൊന്ന് വായിച്ചാൽ നന്നായിരിക്കും. Samuel did what the Lord said and came to Bethlehem. And the elders of the city came trembling to meet him and said, "Do you come in peace?" ദൈവം ഒരു പുതിയ കാര്യം നമ്മുടെ ഇടയിൽ ചെയ്യും എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ദൈവം പറഞ്ഞ കാര്യമാണ്, I will do something new. ഓ ലോർഡ്, ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ബേഥൽഹേമിലുണ്ടായിരുന്ന മൂപ്പന്മാർ ശമൂവേലിൻ്റെ വരവിൽ വിറച്ചു. ദേ വെർ ട്രംബ്ലിങ്. അവർ വളരെ ഭയപ്പെട്ടു. എന്താണ്, ഏത് വിഷയത്തിന് വേണ്ടിയാണ് സാമുവേൽ വന്നിരിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഒരു കാര്യം ചെയ്യും എന്ന് പറയുന്ന ഉടനെ നമ്മുടെ ഹൃദയത്തിൽ വലിയ സന്തോഷവും ആവേശവുമാണ്. എന്നാൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? അത് എന്ത് തരത്തിലുള്ള ഒരു പ്രതിഫലനം നമ്മുടെ ജീവിതത്തിലുണ്ടാകും? ബേഥൽഹേമിലുണ്ടായിരുന്ന മൂപ്പന്മാർക്ക് ഒരു വലിയ വിറയൽ, അവർക്ക് വലിയ ട്രംബ്ലിങ് അവരുടെ ജീവിതത്തിലുണ്ടായെന്ന് നമ്മൾ വായിക്കുന്നത്. അവർ ശമൂവേലിനോട് ചോദിച്ചു, നിൻ്റെ വരവ് സമാധാനമാണോ? ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് നമ്മളതിനോട് പ്രതികരിക്കാൻ പോകുന്നത്? ഓ ഗാഡ്, ഈസ് ഇറ്റ് പീസ്ഫുൾ? ദൈവം പലയിടങ്ങളിലും പുതിയ കാര്യം ചെയ്തതായിട്ട് നമ്മൾ ദൈവവചനത്തിലുടനീളം വായിക്കുന്നുണ്ട്. വായിക്കുന്ന ഒരിടത്തിൽ ഇങ്ങനെയാണ്, ഞാനത് 1 ശമൂവേൽ തന്നെയാണ്. അതും ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെയെല്ലാം ഒരു മാനസാന്തരത്തിനുള്ള ഒരു കോളൂടെ ദൈവോട് കൊടുക്കുന്നുണ്ട്. ഇവിടെ 1 ശമൂവേൽ 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ Behold, I am about to do a thing in Israel. അതേപ്പറ്റി കേൾക്കുന്നവരുടെ കാതുകൾ മുഴങ്ങിപ്പോകും. Their ears will tingle. അപ്പം ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെ കേൾക്കുന്നവരുടെ കാതുകൾ തരിച്ചു പോകും, അവരെ അതിശയിച്ചു പോകും. എന്താണ് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം? ഇവിടെ നമുക്കറിയാം എന്താണ് ദൈവം അവിടെ ചെയ്യാനിരുന്ന കാര്യമെന്ന് നമുക്കറിയാം. അവിടെ ഇസ്രയേലിൽ ഒരു പ്രവാചകനുണ്ടായിരുന്നു, ഒരു പുരോഹിതനുണ്ടായിരുന്നു. ആ പുരോഹിതൻ കണ്ണ് മങ്ങിപ്പോയി. അപ്പോൾ ദൈവം ഒരു ബാലനായ ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നു. എപ്പോഴും ദൈവം ചെയ്യുന്ന ചില കാര്യത്തിൽ ഒന്നുകിൽ നമ്മളതെങ്ങനെ റെസ്പോണ്ട് ചെയ്ത് നമ്മളതിനെ എന്താ പറയുന്നത്, നമ്മൾ നമുക്ക് അനുകൂലമായിട്ട് നമ്മൾ എടുക്കുമോ? ദൈവമേ, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്?
നമ്മുടെ ഹൃദയത്തിൽ ഈ വാക്യം വായിച്ചപ്പോൾ, ഈ മേളിൽ കണ്ട വാക്യം വായിച്ചപ്പോൾ എത്ര പേര് ദൈവത്തോട് ഇങ്ങനെയൊരു ചോദ്യം, ദൈവമേ നീ എന്താണ് എൻ്റെ ജീവിതത്തിൽ, എന്താണ് അതേത് തരത്തിലായിരിക്കും എൻ്റെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നത്? അതെനിക്ക് നാശത്തിനോ അതോ എനിക്ക് നന്മയ്ക്കോ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്രംബിളിങ് നമുക്കുള്ളത് നല്ലതാണ്. ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ, ഓ ദൈവമേ ചെയ്താട്ട് എന്ന് പറയല്ല, കർത്താവേ ഞാൻ എവിടെയാണ്, ഞാൻ ഏത് ഭാഗത്താണ്, എവിടെയാണ് നിനക്കെന്നോട് സംസാരിക്കാൻ കഴിയാതെ ഞാൻ പഴയ അനുഭവത്തിലായി പോയത്? എന്താണ് പുതിയ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? സംതിങ് ഹാസ് ബിക്കം ഓൾഡ്. ഏതോ ഒന്ന് പഴയതായി തീർന്നു, ഏതോ ഒന്ന് നമ്മൾ ഗ്രാൻഡായിട്ട് എടുത്തു, ഏതോ ഇടത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അല്പം ദൈവത്തിന് വിപരീതമായിട്ട് മഹത്വം എടുത്തു, നമ്മുടെ ഹൃദയത്തിൽ നെഗളം വന്നു. അവിടെ നമ്മൾ ചോദിക്കണം ദൈവത്തിന് മുമ്പാകെ പോയിട്ട്, ഞാൻ ആ വാക്യം മേളിൽ വായിച്ചപ്പോൾ, എന്താണ് കർത്താവേ ആ പുതിയ കാര്യം, എന്ത് ചെയ്യാൻ പോകുന്നു നീ? നമ്മൾ ഇതേപോലൊരു വാചകം വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 21-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിലും ദൈവം പറയുന്നു, ബിഹോൾഡ് ഐ ആം മേക്കിംഗ് ഓൾ തിങ്സ് ന്യൂ ആൻഡ് ഹി സെഡ് റൈറ്റ് ഫോർ ദീസ് വേർഡ്സ് ആർ ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ. എഴുതുക, ഈ വചനം വിശ്വാസ്യവും സത്യവുമാകുന്നു. ദൈവം ഒരു കാര്യം ചെയ്യുമെന്നുള്ളത് അത് സത്യമായിട്ടുള്ളൊരു വിഷയമാണ്. എഴുതുക, ഈ വചനം ഇറ്റ്സ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ഇറ്റ് ഈസ് ട്രൂ. ഇത് സത്യമായിട്ടുള്ള വചനമാണ്. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നത് വെറുതെ ഒരു ഭംഗിവാക്കായിട്ട് ദൈവം ഒന്നും സംസാരിക്കുന്നില്ല. ദൈവം നമ്മളിവിടെ ഇത്രയും പേരെ കൂട്ടിയിരുത്തി ചില ഭംഗിവാക്കുകൾ പറഞ്ഞ് നമുക്കൊരു പുതിയ ആവേശം തന്ന് വിടാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് സത്യമായിട്ടുള്ള വചനമാണ്. ദൈവം ഒരു കാര്യം അവിടെ പറയുന്നു, ആർക്കാണ് ചെയ്യുന്നത്? അതിൻ്റെ താഴെ വായിക്കുന്നു, ഐ വിൽ ഗിവ് ടു ദ വൺ ഹൂ തേഴ്സ്റ്റ് ഫ്രം ദ സ്പ്രിങ് ഓഫ് ദ വാട്ടർ ഓഫ് ലൈഫ് വിതൗട്ട് കോസ്റ്റ്. ദാഹിക്കുന്നവന് ഞാൻ ഫ്രീ ആയിട്ട്, ദൈവം ചെയ്യാനിരിക്കുന്ന പ്രവർത്തിക്കായിട്ട് ദാഹമുള്ളവന് ദൈവം അത് ഫ്രീ ആയിട്ട് നൽകും. അപ്പോൾ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി എൻ്റെ ഹൃദയത്തിലൊരു പ്രിപ്പയർഡ്നെസ്, അതായത് ഞാനതിനെ എൻ്റെ ഹൃദയത്തെ ഒന്ന് ഒരുക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവേ നീ ചെയ്യാൻ പോകുന്ന ആ പ്രവൃത്തി, അതിനായിട്ട് ഞാൻ ദാഹിക്കുന്നു. നീ ഏത് വിഷയമാണ് എൻ്റെ ജീവിതത്തിൽ? എനിക്കറിയാം ഒരു കാര്യം എനിക്കറിയാം, നിന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് തന്നെ കൂടിയായിരിക്കും. ദൈവം എനിക്കെല്ലാം നന്മയ്ക്കായിട്ട് മാത്രമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എല്ലാം നന്മയ്ക്കായിട്ട് മാത്രമേ കൂടി ആവരിക്കത്തുള്ളൂ. അപ്പോൾ ദൈവം ചെയ്ത ഇവിടെ പറയാൻ, ദാഹിക്കുന്നവൻ അത് ഞാൻ സൗജന്യമായിട്ട് നൽകും. എന്നാൽ അവിടെ സ്ഥലമില്ലാത്ത ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ഇടമില്ലാത്ത ഒരു കൂട്ടർ. അതിൻ്റെ 8-ാമത്തെ വാക്യം 21:8. ഇങ്ങനെയുള്ളവർക്ക് അതിനകത്ത് അവകാശമില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ അവകാശമില്ല. ദൈവം വളരെ വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ആരാ? ഭീരുക്കൾ. നമ്മൾ പലപ്പോഴും പല പാപത്തിലും വീഴുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ രാവിലെ കേട്ടു, വൈ വി സ്പീക്ക് എ ലൈ, ബിക്കോസ് വി ഫിയർ. നമ്മൾ ഭയപ്പെടുന്നത് കൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ കള്ളം പറയുന്നത്. ഭീരുക്കൾ, അവിശ്വാസികൾ, അബോമിനബിൾ. എന്താ ഈ അറയ്ക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ? യേശു ക്രിസ്തു ഏറ്റവും വെറുത്ത ഒരു കാര്യം ഉണ്ടെന്നറിയാമോ? അൺറൈച്ചസ്നെസ്, അനീതി. ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ മഹത്വം ദൈവത്തിന് കൊടുക്കാതെ തന്നെത്താൻ മഹത്വം എടുക്കുന്നതാണ് ദൈവത്തിന് മുമ്പാകെ ഏറ്റവും അറയ്ക്കപ്പെട്ട കാര്യം. ദൈവം നമ്മളിൽ കൂടി ചെയ്യുന്ന, നമുക്ക് തന്ന കാര്യത്തിൽ, ദൈവം നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിച്ച കാര്യത്തിൽ നാം ദൈവത്തിന് മഹത്വം കൊടുക്കാതെ നമ്മൾ മഹത്വം എടുക്കുന്നതാണ് ഏറ്റവും അബോമിനബിളായിട്ടുള്ളൊരു കാര്യം. ദാറ്റ് ഇസ് ദ മോസ്റ്റ് അൺറൈച്ചസ് തിങ്. അതാണ് ഏറ്റവും അനീതിയായിട്ടുള്ള കാര്യം. ദൈവത്തിന്
പോകേണ്ട മഹത്വം നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ അബോമിനബിൾ തിങ് ഫോർ ഗോഡ്. അവിടെ കൊലപാതകന്മാർ, ഇമ്മോറൽ, ഇവർക്ക് ആർക്കും അതിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയില്ല. ദൈവം ചെയ്യുന്ന ആ പുതിയ കാര്യത്തിൽ അവകാശമില്ല. ഇപ്പം ദൈവം ഒരു പുതിയ കാര്യം ചെയ്യുമ്പോഴെല്ലാം നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ യെരമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. അവിടെ യെരമ്യാ പ്രവചനെ ദൈവം ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു. അവർക്ക് ഇസ്രായേലിന് കാണിക്കാൻ വേണ്ടി ദൈവം യെരമ്യാവിനെ കുശവൻ്റെ വീട്ടിലേക്ക് അയച്ചതായിട്ട് കാണുന്നു. കുശവൻ യെരമ്യാവ് ചെന്നപ്പോൾ കളിമണ്ണ് തൻ്റെ ചക്രത്തിന്മേൽ ഒരു പാത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പാത്രം കുശവൻ്റെ കയ്യിൽ അത് ചീത്തയായിപ്പോയി. ഇവിടെ വായിക്കുന്നു, he was making the vessel that he was making of clay was spoiled in the hand of the potter, so he remade it into another vessel as it pleased to the potter to make. കുശവൻ ഇഷ്ടം പോലെ അതേ കളിമണ്ണെടുത്ത് he made a new vessel, ഒരു പുതിയ പാത്രമാക്കി തീർത്തു. അവൻ പണിതുകൊണ്ടിരുന്ന ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ ഒരു പണി ആരംഭിക്കും. എന്നാൽ ഏതോ സ്ഥലത്ത് നമ്മൾ ദൈവത്തെ അനുസരിക്കാതെ, കീഴ്പ്പടിയാതെ നമ്മൾ പോകുന്ന സമയത്ത് അത് ദൈവത്തിൻ്റെ കയ്യിൽ അത് ചീത്തയായിപ്പോയി. അപ്പം ഉടനെ കുശവൻ എന്താ ചെയ്യുന്നത്? അതിനെ എടുത്ത് കളയല്ല, പിന്നെ അതുകൊണ്ട് ഒരു പുതിയ പാത്രം, ഒരു ന്യൂ വെസൽ. ഇവിടെ വായിക്കുന്നത് അവൻ്റെ ഇഷ്ടം പോലെ, കുശവൻ്റെ ഇഷ്ടം പോലെ. അപ്പോൾ കുശവൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ഡിസൈൻസ് ഉണ്ട്, പല ഡിസൈൻസ് ഉണ്ട്. ഒരു ഡിസൈൻ മാത്രമല്ല, പല ഡിസൈനുണ്ട്. അപ്പം നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. പറഞ്ഞ് ഈ വചനം നമുക്കൊരു പ്രതീക്ഷ തരുന്നുണ്ട്. നമ്മളിൽ മോശമായി പോയ, ചീത്തയായി പോയ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ പ്രവൃത്തി, അവിടെ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഒരു പക്ഷെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള വിളിയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് വലിയ നിരാശ ചിലപ്പോഴൊക്കെ വരാറുണ്ട്. കർത്താവേ, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ പലപ്പോഴും പല ദൈവമക്കളോട് ചോദിച്ചാലും അവർ ഹൃദയത്തിലൊരു കുറ്റബോധമുള്ളവരാ. ആ കുറ്റബോധത്തിൽ കഴിയാനല്ല. എന്നാൽ ദൈവം എന്താ യെരമ്യാ മുഖാന്തരം പറയുന്നത് ഇസ്രായേൽ ജനത്തോടെ? Then the word of the Lord came to me saying, verse 5, 5-ാമത്തെ വാക്യം. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയും. ഇപ്പം നമുക്ക് എത്ര പ്രതീക്ഷ നൽകുന്നേ? ഈ കുശവൻ ആ കളിമണ്ണ് നഷ്ടമായി, അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ച ആ പാത്രമായി തീരാതെ അത് ചീത്തയായിപ്പോയ ഉടനെ, എന്തുകൊണ്ടാണ് ചീത്തയായിപ്പോയത്? ഒരു പക്ഷേ നമ്മുടെ റെബല്യൻ, നമ്മുടെ മത്സരബുദ്ധി, നമ്മുടെ അനുസരണമില്ലാത്ത മനോഭാവം, നമ്മൾ താഴ്മയില്ലാതെ ഇരിക്കുന്ന ഒരു അനുഭവമായിരിക്കാം. എന്നാൽ അത് ചീത്തയായ ഉടനെ അത് വേറൊന്നായി മാറ്റി. അപ്പോൾ കുശവൻ്റെ വീട്ടിൽ യെരമ്യാവിനോട് പറയാണ്, ഈ കുശവൻ ചെയ്തതുപോലെ അവനതിനെ ഒരു പുതിയ പാത്രമാക്കി തീർത്തു. എനിക്ക് നിങ്ങളുടെ മേൽ അധികാരമില്ലയോ? ഇസ്രായേൽ ജനമേ, എനിക്ക് നിങ്ങളുടെ മേൽ അധികാരമില്ലയോ ഇങ്ങനെ ചെയ്യുവാൻ? പക്ഷേ നിങ്ങൾ എന്തോ ചെയ്യണം. ചുമ്മാത് ദൈവത്തിന് സകലവും ചെയ്യാൻ അധികാരമുണ്ടെന്ന് പറയുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യണം? വി ഷുഡ് റിപ്പന്റ്. നമ്മുടെ മത്സരബുദ്ധിയെക്കുറിച്ചും നമ്മുടെ നിഗളത്തെക്കുറിച്ചും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉയർന്ന ഭാവങ്ങളെക്കുറിച്ചും നമ്മൾ ദൈവം മുമ്പാകെ അനുഭവിക്കണം. ഇവിടെ വായിക്കുന്ന താഴെ എൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഒരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയും എന്നരുളി ചെയ്തിട്ട്, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തൻ്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ, ഞാൻ ഒരു ജാതിയെ പറിച്ചു കളയും, ഇടിച്ചു കളയും.
അത് ബിൽഡ് ചെയ്യാതെ ഇടിച്ച് കളയുമെന്ന് പറഞ്ഞതിന് ശേഷം ആ ജാതി തങ്ങളുടെ ദുഷ്ടത വിട്ട് ദൈവത്തിലേക്ക് തിരിയണം. തിരിയുമ്പം അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. അതിനെക്കുറിച്ച് ചെയ്യുമെന്ന ദോഷത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. നോക്കിയാൽ ദൈവം പറയുന്ന എത്ര എപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഗോഡ് ഈസ് ലാമെൻറ്റിങ്. ദൈവം ദുഃഖിക്കുക. നമ്മൾ യെരമ്യാപ്രവചനം പുസ്തകം മുഴുവൻ വായിക്കുകയാണെങ്കിൽ കാണാൻ കഴിയും, പലയിടങ്ങളിലും ദൈവം ദുഃഖിക്കുക നമ്മളെ നോക്കി. ഏനോ ദൈവം പലയിടങ്ങളിലും പല ദുഷ്ടരാജാക്കന്മാരെക്കുറിച്ചും അവരെക്കുറിച്ചൊരു വിലാപ പുസ്തകം എഴുതുക. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സന്തോഷമല്ല. നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ ഉപയോഗശൂന്യമാവുമ്പോൾ ദൈവത്തിന് സന്തോഷമല്ല, ദൈവത്തിന് റാദർ ഹി ലാമെന്റ് അബൌട്ട് ഇറ്റ്. നമ്മളെക്കുറിച്ച് ദുഃഖിക്കുക. ഇവിടെ വായിക്കുകയാണ്, ആ ജാതി തിരിഞ്ഞാൽ, മാനസാന്തരപ്പെട്ടാൽ, അവർ തങ്ങളുടെ ദുഷ്ടത വിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ. അപ്പം നോക്കിയാൽ ദൈവം ചെയ്യുന്ന എല്ലാ പുതിയ കാര്യത്തിൻ്റെ പിന്നിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? വി ഷുഡ് ടേൺ ടു ഗോഡ്. നമ്മൾ ദൈവത്തിലേക്ക് തിരിയണം. നമ്മുടെ വഴി വിട്ട്, നമ്മുടെ സ്വന്തം ബുദ്ധി വിട്ട്, നമ്മുടെ കഴിവുകൾ വിട്ട് നമ്മൾ ദൈവത്തിലേക്ക് തിരിയണം. അവർ തിരിഞ്ഞാൽ അതിനെക്കുറിച്ച് ഉള്ള നാശം ഞാൻ അരുളി ചെയ്തതിനെക്കുറിച്ച് ഞാൻ അനുദപിക്കും. ദൈവം അതിനെക്കുറിച്ച് അനുദപിക്കും. ഇനിയും വേറൊരു കാര്യം കൂടെ പറഞ്ഞു അടുത്ത വാക്യത്തിൽ. അറ്റ് അനദർ മൊമെന്റ്, വേഴ്സ് 9. ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യും എന്നരുളി ചെയ്തിട്ട് അത് എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ അനുദപിക്കും. നോക്കിക്കേ, അടുത്ത ഭാഗം. ഒരു ജാതിയെ ദൈവം നടും പണിയും എന്നെല്ലാം അരുളി ചെയ്തു. അവർക്ക് നന്മ ചെയ്യുമെന്ന് ദൈവം അരുളി ചെയ്തു. എന്നാൽ ആ ജാതി ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിന് വിരോധമായിട്ട് മത്സരമായിട്ട് ഇരുന്നാൽ ദൈവം എന്ത് ചെയ്യും? ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ നന്മയെക്കുറിച്ച് അനുദപിക്കും. അപ്പം നോക്കിയാൽ ദൈവം പുതിയൊരു കാര്യം ചെയ്യുമ്പം ദൈവം ഈ ഒരു വിഷയം നമ്മുടെ ഹൃദയത്തിന് ആഗ്രഹിക്കുന്നു. നമ്മൾ ആ ദൈവം പുതിയ കാര്യം ചെയ്യാൻ തക്കവണ്ണം നമ്മൾ യോഗ്യരായി, നമ്മൾ അതിന് തക്ക പാത്രമായിട്ട് തീരണം. ദൈവം ആഗ്രഹിക്കുന്ന ഇതേ ഉള്ളൂ. വി ഹാവ് ടു ടേൺ ടു ഗാഡ്. നമ്മൾ മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് തിരിയണം. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മാത്രം നമ്മൾ സന്തുഷ്ടരായിട്ട് സന്തോഷമുള്ളവരായിട്ട് നമ്മൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കാതെ, ലോർഡ് എന്താണ് എൻ്റെ ഹൃദയത്തിൽ, എന്നെ നടും എന്നെ പണിയും എന്നൊക്കെ ദൈവം പറഞ്ഞു. എന്നാൽ ആ ജാതിക്കൊരു നിഗളം വരാൻ സാധ്യതയുണ്ട്. അവർക്കൊരു നിഗളം, അവർ മാത്രമാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ഒരു പക്ഷെങ്കിൽ ഇസ്രായേൽ ജനത്തിനുണ്ടായൊരു ദോഷമതായിരുന്നു. അവർ മാത്രമാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ പ്രത്യേക ജനം അവരാണ്, ദൈവത്തിൻ്റെ ജാതി അവരാണ്. എന്നാൽ ആ ജാതി അവർ ചെയ്യുന്ന എന്താ? ദൈവത്തിന് വിരോധമായിട്ട് അവർ മത്സരിച്ചു, അവർ ഡിസോബേ ചെയ്തു. ദൈവം അവരെക്കുറിച്ച് പറയുന്നത് അവർക്ക് വരുത്തും, അവരെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ അനുദപിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ദൈവം ഒരു പുതിയ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ എന്താണ് ദൈവം വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? വി ഷുഡ് ടേൺ ടുവേഴ്സ് ഗാഡ്. നമ്മൾ വെറുതെ ദൈവം ഏതോ ഒരു കാര്യം ചെയ്യും. എന്താണ് ദൈവം ചെയ്യാൻ പോകുന്ന പുതിയ കാര്യം? എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ എന്നെ ഉത്സാഹിപ്പിച്ച ഒരു കാര്യം നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഒരു വാക്യമാണ്. 8-ന്റെ അവസാന ഭാഗം ഒരു 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 വലിയ പ്രോമിസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവരെല്ലാവരും എന്നെ അറിയും. പിന്നെ ഇതൊരു വലിയ പ്രത്യേക ഒരു 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 പ്രിവിലേജാണ് നമുക്ക്. പഴയ നിയമകാലത്ത് എല്ലാവർക്കും ദൈവത്തെ അറിയാനായിട്ട് കഴിഞ്ഞില്ല. ചില പ്രവാചകന്മാർക്കോ ചില രാജാക്കന്മാർക്കോ ചില ന്യായാധിപന്മാർക്കോ ചിലർക്ക് മാത്രമേ ദൈവത്തെ അറിയാൻ കഴിഞ്ഞുള്ളൂ. ഇപ്പം പുതിയ നിയമത്തിലേക്ക് വരുമ്പം ദൈവം പറയുന്നത് ഐ വിൽ മേക്ക് എ ന്യൂ കവനന്റ് വിത്ത് ദം. അവിടെ മേളിൽ വായിക്കുന്നത്
I will make a new covenant. 10-ാം വാക്യത്തിൽ, this is the covenant that I will make with the house of Israel. After those days, says the Lord, I will put my laws into their minds and I will write them on their hearts. ഞാനൊരു പുതിയ നിയമം അവരോട് ചെയ്യും. ഒരു പുതിയ ഉടമ്പടി ദൈവം ചെയ്യുന്നത് എന്താ? എന്താ ന്യൂ കവനൻ്റ് എന്ന് പറയുന്നത്? വാസ്തവത്തിൽ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് എന്താ? I will write my law in their heart. ഞാൻ അവരുടെ ഹൃദയത്തിൽ, അവർക്ക് അനുഷ്ഠിക്കാൻ കഴിയാതിരുന്ന, നമ്മൾ രാവിലെ കേട്ടപോലെ, അവർക്ക് അനുഷ്ഠിക്കാൻ കഴിയാതിരുന്ന കാര്യത്തെ ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിൽ എഴുതി, നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ അത് എഴുതി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കും. നമ്മൾ രാവിലെ കേട്ടു, മോഹിക്കരുതെന്നുള്ള കൽപ്പന വളരെ ആർക്കും അനുഷ്ഠിക്കാൻ കഴിയാതിരുന്ന ഒരു കൽപ്പനയാണ്. എന്നാൽ അത് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. They shall know me from the least to the greatest. അബാലവൃദ്ധം അവർ എന്നെ അറിയും. ഒരു പുതിയ കാര്യമല്ലേ ഇത് ദൈവം ചെയ്യുന്നത്? ഇതൊരു വലിയ പ്രിവിലേജ് അല്ലേ? ദൈവത്തെ എനിക്കറിയാൻ കഴിയും, എനിക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയും. ഒരു സാധാരണ മനുഷ്യനായ എനിക്ക്, ഇത് ഞാൻ പറയട്ടെ, എല്ലാവർക്കും എൻകറേജ്മെൻറ്റ് നൽകുന്ന ഒരു വാക്യമാണ്. സാധാരണ ഒരു വീട്ടിൽ വിദ്യാഭ്യാസമില്ലാത്ത ഒരു മദറായാലും ഒരു വീട്ടമ്മയായാലും ഏത് തലത്തിലുള്ള ആളായാലും അവർക്കെല്ലാം ദൈവത്തെ അറിയാൻ കഴിയും. ഇറ്റ്സ് എൻ എൻകറേജിങ് വേർഡ്. ദേ ഷാൽ ഓൾ നോ മീ. എല്ലാവരും എന്നെ അറിയും. ഞാൻ ഈ വചനം വായിച്ചപ്പം ഇതൊരു പ്രിവിലേജാണ്. എനിക്കറിയാൻ കഴിയും, എൻ്റെ ഒരു 25 വയസ്സ് വരെ ഞാൻ ദൈവത്തെ അറിയാത്തവനായിട്ട് ജീവിച്ചു. ഹൗ വിൽ നോ ഗോഡ്? ദൈവത്തെ അറിയാൻ നമ്മൾ പോയി ദൈവത്തെ അന്വേഷിക്കാൻ കഴിയത്തില്ല. പിന്നെന്താ ചെയ്യുന്നത്? ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുക. ദൈവം തന്നെ നമുക്ക് തന്നെക്കുറിച്ചുള്ളത് വെളിപ്പെടുത്തി തരിക. എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. ദാറ്റ് ഈസ് ഇൻ Psalms 19, സങ്കീർത്തനം 19. 12-ാമത്തെ വാക്യം. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണം. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാണ്. ആർക്കും കഴിയാത്തൊരു കാര്യമാണ്. നമുക്ക് സ്വതവേ കഴിയുന്ന ഒരു കാര്യമല്ല. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ. പക്ഷെ എപ്പോൾ കഴിയും അത്? when God speak to us. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, ദൈവം നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുമ്പോൾ. അല്ലാതെ നമ്മൾ എത്ര കാര്യങ്ങൾ കേട്ടാലും നമുക്ക് ഉണരാൻ കഴിയത്തില്ല. ദൈവം ഉണർത്തിയെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് ഉണരാൻ കഴിയുള്ളൂ. നമ്മൾ കേൾക്കുന്ന കഴിവുകളെല്ലാം നമ്മളെ ആ ഉണർവിലേക്ക് നടത്തണം. തൻ്റെ സ്വന്തം തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? ഇത് ദൈവം നമ്മളോട് സംസാരിക്കുമ്പം നമ്മളെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്? നമ്മുടെ തെറ്റുകളെ വി ഷുഡ് നോ അബൌട്ട് ഇറ്റ്. നമ്മളതിനെക്കുറിച്ച് അനുദപിക്കണം. വി ഹാവ് ടു കൺഫസ് അബൌട്ട് ഇറ്റ്. ഇവിടെ ദാവീദ് പറയാണ്, സ്വന്തം തെറ്റിനെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധാഭാവങ്ങളെ അകറ്റി എന്നെ ആക്കണം. അവ എൻ്റെ മേൽ വാഴരുത്. ദാവീദിൻ്റെ ഹൃദയത്തിൽ അത്രമാത്രം ഒരു വലിയ വാഞ്ച താൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ തനിക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് വേണ്ടി ദൈവം ഒരു പുതിയ കാര്യം ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ കാര്യം ഉണ്ടാകട്ടെ. കർത്താവേ, എൻ്റെ ഐ എം നോട്ട് ഗോയിങ് ടു ജഡ്ജ് എനിബഡി, ഐ എം നോട്ട് ഗോയിങ് ടു ക്രിട്ടിസൈസ് എനിബഡി. എൻ്റെ തെറ്റുകളെ പോക്കി, എൻ്റെ മറഞ്ഞിരിക്കുന്ന there are so many hidden faults I have, അത് പോക്കി, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ കഴിയത്തുള്ളൂ. സൗരിസർമാരെ, നമുക്ക് ആവശ്യപ്പെടേണ്ട ഒരു കാര്യം, കർത്താവേ, ആ പുതിയ പ്രവൃത്തി എനിക്ക് അനുകൂലമായിട്ട്, ആ ഒരു പുതിയ പ്രവൃത്തി നീ എൻ്റെ ഹൃദയത്തിൽ ചെയ്തു തീർക്കണമേ. എനിക്ക് നിന്നെ ഇനിയും അറിയണം. ഞാൻ ഇതുവരെ അറിഞ്ഞതല്ല, ഇത്രയും നാൾ ഞാൻ അറിഞ്ഞതല്ല. ഇനിയും അധികം നമ്മളൊരു പക്ഷെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നിട്ട്
ഞാൻ ഇപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, ദൈവത്തെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഐ തിങ്ക് നോബഡി ക്യാൻ സേ ദാറ്റ്. അതാർക്കും നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് നിന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതോ സ്ഥലത്ത് വന്ന് തൃപ്തിപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഏതോ സാഹചര്യത്തിൽ നമ്മൾ വന്ന് ഇപ്പോൾ എനിക്കെല്ലാം അറിയാം, ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായിരിക്കുകയാണ്, ഐ ടെൽ യു, നമ്മൾ അറിയേണ്ടതുപോലെ ഒന്നും അറിഞ്ഞിട്ടില്ല. പൗലോസ് പറയുന്നത് അത്രയും വെളിപ്പാട് ലഭിച്ച അപ്പോസ്തലൻ പറയുന്നുണ്ടാ, അറിയേണ്ടതുപോലെ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല, ഇനി അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പം ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം എന്താ? നമ്മളിപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന്, നമ്മൾ ഏത് സ്ഥലത്ത് സ്റ്റാഗ്നേറ്റ് ആയിരിക്കുമോ അവിടെ നിന്ന് നമ്മൾ ടേൺ ടു ഗോഡ് അഗെയിൻ. നമ്മളെ അധികം വളരെ ഉയരങ്ങളിലേക്ക്, വളരെ ദൂരം നമുക്ക് ദൈവത്തോടു കൂടെ പോകാനുണ്ട്. നമ്മൾ അറിയേണ്ടതുപോലെ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ദൈവം എവിടെ വസിക്കുന്നത്? ദൈവം ചെയ്യുന്ന ഒരു പുതിയ കാര്യം. ഇതുവരെയും ദൈവം സ്വർഗത്തിൽ വസിച്ച ദൈവം, നമ്മളെ യെശയ്യാപ്രവചനം 57 വാക്യമുണ്ട്. ദൈവം വസിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത 57 15 വാക്യം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോട് കൂടെയും വസിക്കുന്നു. നോക്കിക്കേ, ദൈവം ചെയ്യുന്ന ഒരു കാര്യം. ദൈവം ഇവിടെ വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഒരു ഉയർന്നിരിക്കുന്ന ദൈവമാണ്, ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവമാണ്, ഹോളി പ്ലേസിൽ ഇരിക്കുന്ന ദൈവമാണ്. പക്ഷേ ഇപ്പോൾ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണ്? ഇസ് ഇറ്റ് നോട്ട് എ ന്യൂ തിങ്? അതൊരു പുതിയ കാര്യമല്ലയോ? ദൈവം നമ്മളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഹി വാണ്ട്സ് ടു ഡ്വെൽ അമംഗ് us. നമ്മളിൽ വ്യക്തിപരമാണ്, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ, നമ്മളോടുകൂടെ. പക്ഷേ എന്തായിരിക്കണം നമ്മുടെ ഹൃദയം? നമ്മുടെ ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം? താഴ്മയുള്ളൊരു ഹൃദയം. ദൈവം നോക്കുന്ന ഇതേ ഉള്ളൂ. ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ എലോക്വൻസ് ആവശ്യമില്ല. ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് ആവശ്യമുള്ള ഒരു വെസൽ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി എംപ്റ്റി. അത് എംപ്റ്റി ആയിരിക്കണം. യേശുക്രിസ്തുവിനെ ദൈവം എന്തുകൊണ്ട് അത്ര ഉയർത്തിയത്? എന്താ നമ്മൾ വായിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ? എന്തുകൊണ്ടാണ് ദൈവം ആരെയെങ്കിലും ഉയർത്തുന്നെങ്കിൽ വൈ ഗോഡ് ഈസ് എക്സോൾട്ടിങ്? ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടാ, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. അവൻ തന്നെത്താൻ ഒഴിച്ചു. ഹി എംപ്റ്റീഡ്. അവൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ he was totally dependent on his father. അവൻ ഒരിക്കലും തൻ്റെ സ്വന്തം കഴിവിൽ, നമ്മൾ കേട്ട് രാവിലെ അവനെക്കുറിച്ച് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു കാര്യം എന്താ? ഐ എം ഓൺലി സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ. ഇതായിരിക്കട്ടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് സഹോദരന്മാരെ. ഐ എം നത്തിങ്, ഐ cannot do. യേശുവിൻ്റെ ആറ്റിറ്റ്യൂഡ് അതാണ്. ഹി എംപ്റ്റീഡ് everything. He emptied himself and then he humbled himself. എംപ്റ്റി മാത്രമല്ല, അതൊരു ഫോൾസായിട്ടുള്ള ഒരു താഴ്മയല്ലായിരുന്നു. ഈ ഹംബിൾഡ് ഹിംസെൽഫ് എപ്പോരെ താഴ്ത്തി? എത്ര വർഷമാ? ടിൽ ഡെത്ത്. ഇത് നമുക്ക് നല്ലൊരു ഉദാഹരണമല്ലേ തരുന്നത്? ഇത് നല്ലൊരു മാതൃകയല്ലേ തരുന്നത്? നമ്മളെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളെല്ലാം താഴ്ത്തിയിരിക്കുക. നോ, എപ്പോൾ വരെ താഴ്ത്തണം? ലാസ്റ്റ് ബ്രീത്ത് പോകുന്നിടം വരെയും താഴ്ത്തുന്ന മനോഭാവം. അതൊരു നമ്മുടെ ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഈ താഴ്മയെന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് അവർ ഹാർട്ട്. ലാസ്റ്റ് ബ്രീത്ത് പോകുന്നിടം വരെയും. ദാറ്റ്സ് ഹൗ ഹി പ്ലീസ്ഡ് ഗോഡ്. അങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം ചെയ്തെന്താ? ഈ എക്സാൾട്ടഡ് ഹിം. ഏറ്റവും മേലായി ഉയർത്തി. എവിടെ വരെയാ? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സകല മുഴങ്കാലം മടങ്ങുന്ന എല്ലാ സ്വർഗത്തിലും ഭൂമിയിലും സ്വർലോകങ്ങൾ എല്ലാ അധികാരത്തിനും മേലായിട്ട് ദൈവം ഉയർത്തി. അപ്പോൾ താഴ്മ ധരിക്കുന്ന താഴ്മയുടെ മറ്റ് സൈഡ് എന്താ? നമ്മളിപ്പോൾ എന്തായിരിക്കുന്നു എന്നുള്ളത് തെളിയിക്കുന്നത് ഹൗ മച്ച് വി ഹാവ് ഹംബിൾഡ്, ദാറ്റ്സ് ഓൾ. നമ്മൾ എത്രമാത്രം നമ്മളെ താഴ്ത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ താഴ്മയുള്ളവരായിട്ടിരുന്ന് പറയൊന്നും വേണ്ട. ദാറ്റ് ഗോഡ് ഡസ്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഉയർത്തുക എന്നുള്ളത്. ആരെങ്കിലും ദൈവം ഉയർത്തുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ
ദൈവം തൻ്റെ കയ്യിലെടുത്ത് ഉപയോഗിക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വി ഡോണ്ട് നോ നീഡ് ടു ബിക്കം ജലസ്. നമ്മൾ അതിനെപ്പറ്റി അസൂയപ്പെട്ടൊരു കാര്യമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ദാറ്റ് മാൻ ഹാസ് ഹംബിൾ, ദാറ്റ്സ് ഓൾ. ദൈവത്തിന് പക്ഷാഭേദമൊന്നുമില്ല. ദൈവത്തിന് ഒരു മുഖപക്ഷവുമില്ല ആരെക്കുറിച്ചും. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ദ സീക്രട്ട് ഈസ് ദാറ്റ് ദേ ഹാവ് ഹംബിൾഡ്. അവർ തന്നെത്താൻ താഴ്ത്തി. അപ്പോൾ ദൈവം ചെയ്യുമെന്ന് യേശു ക്രിസ്തുവിനെ ഏറ്റവും മേലായിട്ട് ഉയർത്തി. എന്തുകൊണ്ടാണ്? ഈ ഹംബിൾഡ് ഹിംസെൽഫ്. നമുക്ക് ഉണ്ടാകേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്. ദൈവം വസിക്കാൻ കഴിയുന്നത് എങ്ങനെ യേശുവിനോടുകൂടെ ദൈവം വസിച്ചത്? വെൻ ജീസസ് വാസ് ഓൺ ദിസ് എർത്ത്, ഹിസ് ബോഡി വാസ് ദ ടെമ്പിൾ ഓഫ് ഗാഡ്. യേശു ക്രിസ്തുവിൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായിരുന്നു. ഇന്ന് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം. നമ്മുടെ സഭ, ചർച്ച് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരിടമാണ്. ഇറ്റ്സ് എ ഹൗസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭവനമാണ്. പക്ഷേ ദൈവം വസിക്കുന്നുണ്ടോ? 2-3 ബ്രദേഴ്സ് കൂടി വരുമ്പോൾ ഇസ് ഇറ്റ് ഗാഡ് ഈസ് ഇൻ ദർ മിഡ്സ്റ്റ്? ദൈവം അവരുടെ ഇടയിൽ വസിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. ദൈവം ഞങ്ങളുടെ മധ്യത്തിലുണ്ടോ? അതാണ് ഏറ്റവും വലിയ ബലം. എത്ര സംസാരിക്കാൻ കഴിയും, എത്ര കഴിവുള്ളവരാണ്, എത്ര എഡ്യൂക്കേറ്റഡ് ആണ്, എത്ര കഴിവുള്ളവർ അവിടെ ഉണ്ടെന്നുള്ളതല്ല ദൈവത്തിന് പ്രാധാന്യം. ആർ ദേ ഓൾ? 3 പേരെ ഉള്ളെങ്കിൽ ഓൾ ദ 3 ആർ ദേ ഹംബിൾ? അവരെല്ലാവരും താഴ്മയുള്ളവരാണോ? ദൈവം വസിക്കുന്നത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ദൈവം ചെയ്യുന്ന ഒരു കാര്യം, പുതിയ കാര്യം സ്വർഗത്തിലല്ല വസിക്കാൻ പോകുന്നത്. ഗോഡ് ഈസ് ഗോയിങ് ടു ഡ്വെൽ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹംബിൾ പീപ്പിൾ. ദൈവം താഴ്മയുള്ളവരോടുകൂടെ വസിക്കും. ആ മനസ്താപമുള്ളവരുടെ, മനസ്താപപ്പെടുന്ന, എപ്പോഴും മനസ്താപം, ഒരു താഴ്മയുള്ള ലോലി ആറ്റിറ്റ്യൂഡ്, തന്നെക്കുറിച്ച് എണ്ണുന്നതിന് മേലെ എണ്ണാത്. അതിനകത്ത് വായിക്കുന്നില്ലേ? നിരൂപിക്കേണ്ടതിന് മീതെ. അല്പനായിരിക്കെ താൻ എന്ത് ചെയ്യുന്നേ? മഹാനെന്ന് നിരൂപിക്കുക. അതെന്നെക്കുറിച്ച് അല്പമേ ഉള്ളൂ. ബട്ട് ദേ ആർ തിങ്കിങ് വെരി ഹൈ അബൌട്ട് ദംസെൽഫ്. ഐ ടെൽ യു, ഗാഡ് വിൽ put down all those who think about themselves very high. അവരെ ദൈവം താഴ്ത്തും. ദൈവം ആരുടെ വസിക്കുന്നേ? താഴ്മയുള്ളവരുടെ മനസ്സിന്, മനസ്താപമുള്ളവരുടെ മനസ്സിന് ചൈതന്യം. അവരുടെ ഇടയിൽ ചൈതന്യം, അവരുടെ ഇടയിൽ ഉത്സാഹം, അവരുടെ ഇടയിൽ സമാധാനം, അവരുടെ ഇടയിൽ സന്തോഷം. മനസ്താപപ്പെടുന്ന, തൻ്റെ, നമ്മൾ രാവിലെ കേട്ടതുപോലെ റച്ചഡ്നെസ് കുറിച്ച്, തൻ്റെ ആകായ്മയെക്കുറിച്ച്, തൻ്റെ ആ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഏറ്റവും മനസ്താപപ്പെടുന്ന പൗലോസ് മനസ്താപപ്പെട്ടതിനെ കുറിച്ച് പറയാണ്, ഐ എം എ റിച്ചഡ് മാൻ. അയ്യോ, ഞാൻ അരിഷ്ടൻ, ഞാനൊരു അരിഷ്ടനായ മനുഷ്യൻ, എന്നെ ആർ വിടുവിക്കും? ഈ ഒരു നിലവിളി ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഒരു പുതിയ കാര്യം ചെയ്യണമെങ്കിൽ, ഇഫ് ഗോഡ് ടു ഡു എ ന്യൂ തിങ്, ദിസ് ഈസ് വാട്ട് വി വാണ്ട്. വി ഹാവ് ടു ക്രൈ ഔട്ട് ബിഫോർ ഗാഡ്. ഗാഡ്, ഹു ആം ഐ? ദാവീദ് എന്താ പറയുന്നത്? ഹു ആം ഐ ടു ബി കൺസിഡേർഡ്? എന്നെ നീ അംഗീകരിക്കാൻ, എന്നെക്കുറിച്ച് എണ്ണുവാൻ, എന്നെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ, ഫ്യൂച്ചറിനെ കുറിച്ചെല്ലാം നാഥാൻ പ്രവാചകൻ മുഖാന്തരം ദാവീദിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിന്റെ സന്തതി ദൈവത്തിൻ്റെ ആലയം പണിയുമെന്നും ദാവീദ് പറയുന്നത് എന്തുവാ? അയ്യോ, ഞാൻ ആറ്? നീ എന്നെക്കുറിച്ച് ആടിനെ മേയ്ക്കുന്ന പുൽപ്പുറത്തുനിന്ന് നീ എന്നെ തെരഞ്ഞെടുത്ത് ഇസ്രായേലിനെ രാജസ്ഥാനത്തേക്ക് ഉയർത്തി. സൗരന്മാരെ, ഈ ആറ്റിറ്റ്യൂഡാണോ നമുക്കുള്ളത്? നാം ലോകത്തിൻ്റെ വിവിധ കാര്യങ്ങളിൽ ഓടി നടന്നപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ, നാം ഒന്നുമില്ലാതിരുന്നപ്പോൾ ദൈവം തൻ്റെ മഹാസ്നേഹത്താൽ, മഹാകരുണയാൽ നമ്മെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നമുക്കൊരു സ്ഥാനം തന്നു. യേശുക്രിസ്തുവിൻ്റെ ശരീരം ആ സഭയിൽ ഒരു അവയവമാക്കി നമ്മളെ തീർത്തു. ആർ വി വർത്തി ടു സിറ്റ് ദേർ? നമുക്കിപ്പം വളരെ വെർത്തിനെസ് ആണ് നമ്മുടെ ഹൃദയത്തിൽ. നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഓ, ഐ എം വെർതി, ഞാനേതോ പാത്രവാനാണ്. യേശുക്രിസ്തു പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം, എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, വി ആർ അൺവർതി സെർവൻസ്. ഞങ്ങൾ അപ്രയോജനദാസന്മാർ അത്രേ കർത്താവേ. നിന്റെ മഹാകരുണയാൽ എന്നെ എൻ്റെ മഹാപാപത്തിൽ നിന്ന് എന്നെ കോരിയെടുത്ത് എന്നെ രക്ഷിച്ച് നിന്റെ ശരീരമാ സഭയിൽ നിന്റെ മക്കളോട് ചേർത്ത് എന്നെ ചേർത്ത് പണിയുന്നു. ഇത് നിന്റെ മഹാകരുണയത്ര. ദാവീദ് പറയാണ്. ദാവീദിനകത്ത് പറയാൻ കഴിഞ്ഞു. ദാവീദ് ഒരിക്കലും മറന്നില്ല തൻ്റെ പഴയ കാര്യത്തെക്കുറിച്ച്. താൻ ഒരിക്കലും മറന്നില്ല. താൻ പറഞ്ഞില്ല, ഓ, ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്നല്ല പറയുന്നേ. ഞാൻ ആരുമില്ലാതെ വനാന്തരങ്ങളിൽ ആടിനെ മേയ്ക്കുന്നിടത്തു നിന്ന് നീ എന്നെ തെരഞ്ഞെടുത്തു, ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തേക്ക് എന്നെ ഉയർത്തി. വയ്യോ കർത്താവേ, നീ ഇപ്പോൾ എൻ്റെ ഭവനത്തെക്കുറിച്ച് ഇങ്ങനെ അരുളി ചെയ്തല്ലോ. അടിയൻ അതിനെന്തുള്ളൂ?
ഞാനതിന് യോഗ്യനല്ല. ഞാൻ ഈ പറയുന്ന എന്നെ ഉപയോഗിക്കുന്ന കാര്യത്തിന് ഞാൻ യോഗ്യനല്ല കർത്താവേ. എപ്പോഴും ദൈവം മുമ്പാകെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പേഴ്സണലി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണിത്. നമ്മൾ ദൈവത്തിൽ വായിക്കുന്നില്ല, അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ഇവയില്ലാത്തവൻ എന്തായി തീർന്നു? അവൻ കുരുടനായി തീർന്നു, ഹ്രസ്വദൃഷ്ടിയുള്ളവനായി തീർന്നു. അവൻ തൻ്റെ പഴയ പാപങ്ങളുടെ ശുദ്ധീകരണത്തെക്കുറിച്ച് പലരുടെയും പ്രയാസം ഇതാ, പലരുടെയും ബുദ്ധിമുട്ട് ഇതാണ്. എന്താണ്? അവരുടെ പഴയ അവസ്ഥ അവർ ഓർക്കത്തില്ല. ഞാൻ പറയട്ടെ, എപ്പോഴും നമ്മുടെ പഴയ കാര്യത്തെക്കുറിച്ചൊരു ഓർമ്മ, ഒരു പിക്ചർ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിലുണ്ടല്ലോ, വി വിൽ നെവർ ബിക്കം പ്രൗഡ്. നമുക്കൊരിക്കലും നിഗളിക്കാൻ കഴിയത്തില്ല. കർത്താവിനെപ്പോഴും ദൈവത്തിനെപ്പോഴും നമ്മുടെ കൂടെ വസിക്കാൻ കഴിയും. നമുക്കെപ്പോഴും താഴ്മയുള്ള ഒരു മനോഭാവം. നമ്മൾ ഒരു കാര്യത്തിലും ഐദർ മെറ്റീരിയലി ഓർ സ്പിരിച്വലി വി കനോട്ട് ബിക്കം പ്രൗഡ്. ഒന്നിനും. കാരണം ദൈവം തിരഞ്ഞെടുത്ത് എങ്ങനെയുള്ളവരാണ് കൊരിന്ത്യർ വായിക്കുന്നത്? ലോകത്തിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് ദൈവം ലോകത്തിൽ നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു പുതിയ പദ്ധതി. ദൈവത്തിൻ്റെ മഹത്വം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് വെളിപ്പെടണമെങ്കിൽ ദൈവത്തിന് ആവശ്യമുള്ള ആൾക്കാർ ആരാ? ഏതുമില്ലാത്തവർ. ഒന്നിലും ആശ്രയിക്കാനില്ല, ഒന്നിലും പ്രശംസിക്കാനില്ല. അറിവിൽ പ്രശംസിക്കാനില്ല, കിട്ടിയ വെളിപ്പാടിൽ പ്രശംസിക്കാനില്ല, സഭയിൽ പ്രശംസിക്കാനില്ല, ഒന്നിലും പ്രശംസിക്കാനില്ല. ഓ ലോർഡ്, എപ്പോഴും ദൈവം മുമ്പാകെ ചെല്ലുമ്പോൾ രണ്ട് കൈയും മലർത്തി കർത്താവിനോട് പറയുന്നു, അയ്യോ കർത്താവേ, നീ എന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ഞാൻ എന്ത് യോഗ്യൻ? ഞാൻ അപ്രയോജനദാസൻ, ഞാനൊരു അയോഗ്യനായ വ്യക്തിയാണ്. അങ്ങനെ ദൈവം മുമ്പാകെ താഴ്മയോടെ നിൽക്കുമ്പോൾ ഓ ഗോഡ് ക്യാൻ ഡ്വെൽ എമംഗ് us. അങ്ങനെയുള്ള 3 സഹോദരന്മാരുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു ചെറിയ ചർച്ച ഉണ്ടെങ്കിൽ, ഗോഡ് ഈസ് ഏബിൾ ടു ഡ്വെൽ എമംഗ് ദം. ഗോഡ് ഈസ് ടു വർക്ക് വിത്ത് ദം. ഗോഡ് ക്യാൻ വർക്ക് വിത്ത് ദം. ദൈവത്തിന് അവരോട് ചേർന്ന് അവർ മുഖാന്തരമായിട്ട് അവരിൽ കൂടി ദൈവത്തിന് ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ കഴിയും. ഇന്ന് രാത്രി കർത്താവേ, നീ പുതിയ കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് നീ പറഞ്ഞിരിക്കുന്നു. മേക്ക് മീ മോർ ആൻഡ് മോർ ലൈക്ക് യു. എന്നെ കൂടുതൽ നിന്നെപ്പോലെ എന്നെ ആക്കി തീർക്കണമേ. ഇതായിരിക്കട്ടെ നമ്മുടെ റെസ്പോൺസ്. നിന്നെപ്പോലെ താഴ്മയുള്ളവനാക്കി തീർക്കണമേ. നിന്നെപ്പോലെ പൂർണ്ണ ഹൃദയത്തോടെ. ഞാൻ ഇന്നലെ അവിടെ ഷെയർ ചെയ്തു, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്തിനാ? നിവർത്തിക്കാൻ കഴിയാതിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൽപ്പന. ഒരു പ്രമാണി വന്ന് യേശുവിനോട് ചോദിച്ചു, ന്യായപ്രമാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാ? എന്താ ഏറ്റവും പ്രധാനപ്പെട്ട? എന്താ? നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാണ് ന്യായപ്രമാണത്തിൽ ഏറ്റവും വലിയത്, ഏറ്റവും പ്രധാനപ്പെട്ടത്. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. യേശു ഭൂമിയിൽ വന്നപ്പോൾ പാപത്തെ എന്തുകൊണ്ടാണ് ജയിച്ചത്? എന്തുകൊണ്ടാണ് യേശു പാപത്തെ ജയിച്ചത്? He was pleasing God. He was loving Father. പാപത്തെ ജയിക്കാനുള്ള ഒരു വഴി ഇതാണ്. ഏത്? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ. സങ്കീർത്തനത്തിൽ ആസാഫ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നമുക്കറിയാം. 73-ാമത്തെ സങ്കീർത്തനത്തിൽ ഒരു വാക്യം ആസാഫ് ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ അത് അവിടെ കോയമ്പത്തൂരിൽ ഷെയർ ചെയ്തു. 73-ാമത്തെ സങ്കീർത്തനത്തിൽ ആസാഫ് ചില കാര്യങ്ങളൊക്കെ കണ്ട് അവസാനം ആസാഫ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നൊരു കാര്യം, 25-ാമത്തെ വാക്യം, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. That is the statement God wants from us. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നു. ഐ ഡിസയർ നത്തിങ് ബിസൈഡ് യു. യേശുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതായിരുന്നു. ഐ ഡിസയർ നത്തിങ്. ഈ ഭൂമിയിൽ ഞാൻ നിന്നെ അല്ലാതെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ആ സ്റ്റേജിലേക്ക് ദൈവം ഒരു പുതിയ കാര്യം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ വാസ്തവമായിട്ട് നമ്മളെ തന്നെ താഴ്ത്തിയേ മതിയാകുള്ളൂ. നമ്മുടെ ഡിസയർ നത്തിങ് എൽസ്, മറ്റൊന്നുമല്ല. പിന്നെ എന്താ നമ്മുടെ ഡിസയർ? വാട്ട് ഈസ് അവർ ഡിസയർ? നമ്മുടെ ചർച്ചിൻ്റെ, നമ്മുടെ കൂടുന്നതിൻ്റെ, നമ്മുടെ മീറ്റിങ്ങിൻ്റെ എല്ലാത്തിൻ്റെ ഡിസയർ എന്താ? ഗോഡ് ബി ഗ്ലോറിഫൈഡ്. ഞാൻ നിന്നെ അല്ലാതെ ഒന്നും ആഗ്രഹിക്കുന്നില്ല.
ആ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരുക. ദൈവത്തിന് അങ്ങനെയുള്ളവരുടെ കൂടെ, അവരുടെ ഇടയിൽ അവരെ കൊണ്ട് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ കഴിയും. ദൈവം എല്ലാ പ്രൗഡായിട്ടുള്ള ആൾക്കാരെ നീക്കി താഴ്മയുള്ളവരെ ചേർത്ത് ദൈവം പണിയുന്നത് നമ്മൾ 53 സംഘത്തിൽ വായിക്കുന്ന പോലെ, 53-ാമത്തെ യെശയ്യാപ്രവചനത്തിൽ 53 അധ്യായത്തിൽ വായിക്കുന്ന പോലെ, വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ. രൂപഗുണമില്ല, ആകർഷിക്കത്ത സൗന്ദര്യവുമില്ല, അവിടെ വലിയ സൗന്ദര്യമൊന്നുമില്ല, ആകർഷിക്കത്തതൊക്കെ ഒന്നുമില്ല. പക്ഷെങ്കിൽ അവർ വളരുന്ന എവിടെയാ? അവൻ്റെ മുമ്പാകെ വളരും. അവൻ്റെ മുമ്പാകെ വളരും. അവൻ്റെ പ്രമോദം എവിടെയാ? അവരുടെ പ്രമോദം ഏതിലാ? യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നു, അവൻ്റെ പ്രമോദം, ഹിസ് ഡിലൈറ്റ് ഈസ് ഇൻ ദ ഫിയർ ഓഫ് ഗാഡ്. അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിൽ. അവൻ്റെ പ്രമോദം ഒത്തിരി കാര്യങ്ങളിലല്ല, ഇറ്റ്സ് ഓൺലി വൺ തിങ്. അപ്പം ദൈവം നമ്മളെ കൊണ്ടുവരുന്നത് എങ്ങോട്ടാ? ടു വൺ പോയിൻ്റ് ഡിവോഷൻ. ഒരേ ഇടത്തിലേക്ക്, ഒരു പോയിന്റിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കും. ദൈവം ചെയ്യാൻ പുതിയ കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു പുതിയ ഒരു 1 point ഡിവോഷൻ. നത്തിങ് എൽസ് ലോർഡ്, ഐ ഡിസയർ നത്തിങ് എൽസ് ലോർഡ്. I don't want anything. See, I don't want to be an elder. I don't want to be something. I have zero desire, Lord. നമ്മൾ അങ്ങനെ പറയണം. കർത്താവേ, എനിക്ക് ഒന്നിനും യാതൊരു ഡിസയർ ഇല്ല കാര്യത്തിൽ. എൻ്റെ പേര് വരുവാൻ, എന്നെ ഉയർത്തുവാൻ എനിക്ക് ഡിസയർ ഇല്ല. യെസ്, ദൈവം അങ്ങനെയുള്ളവർ ഉപയോഗിക്കും. എനിക്കൊരു ഡിസയർ ഇല്ല കർത്താവേ. ഐ ഡിസയർ നത്തിങ് ഡിസൈഡ് യു. ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നു. ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങളെ എനിക്ക് സമ്പാദിക്കാൻ കഴിയും, എനിക്ക് നേടാൻ കഴിയും. ആത്മീയമായിട്ട് ഒത്തിരി കാര്യങ്ങൾ, ഭൗമികമായിട്ട് ഒത്തിരി കാര്യങ്ങൾ. ബട്ട് ഐ ഹാവ് നോ ഡിസയർ ലോർഡ്. വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഒരു ചെറിയ കൂട്ടം എവിടെയുണ്ടോ, അങ്ങനെ താഴ്മയോടിരിക്കുന്ന ഒരു ചെറിയ കൂട്ടം എവിടെയുണ്ടോ, God will dwell among them. അവരാണ് ലീസ്റ്റ് ടു ദ ഗ്രേറ്റ്. എല്ലാവരും അല്ല, സഭയിൽ വരുന്ന എല്ലാവരും അല്ല, അങ്ങനെ ചിന്തിക്കല്ലേ. താഴ്മയുള്ള ചെറിയവൻ മുതൽ തുടങ്ങി വലിയവൻ വരെയും ദൈവത്തെ അറിയും. സഭയിൽ വരുന്ന എല്ലാവരും ദൈവത്തെ അറിയുമെന്നല്ല എൻ്റെ അർത്ഥം. താഴ്മയുള്ള ചെറിയവൻ മുതൽ തുടങ്ങി വലിയവൻ വരെയും. ഐ വിൽ മേക്ക് എ ന്യൂ കവനന്റ് വിത്ത് ദം. അവരോട് ഞാൻ ഇവിടെ ഉടമ്പടി ചെയ്യും. എന്തോ അവരോട് ചെയ്യുന്ന ഉടമ്പടി? അവരുടെ ഹൃദയത്തിൽ, എല്ലാവരുടെ ഹൃദയത്തിൽ എഴുതുകയില്ല. ഡോണ്ട് എക്സ്പെക്ട് ലൈക്ക് ദാറ്റ്. എല്ലാവരുടെ ഹൃദയത്തിൽ ദൈവം എഴുതുമെന്ന് ചിന്തിക്കല്ലേ. എല്ലാവർക്കും പ്രസംഗം കേട്ടിട്ട് പോകാം. എല്ലാവരുടെ ഹൃദയത്തിൽ ദൈവം എഴുതാൻ പോകുന്നില്ല. ദൈവം എഴുതാൻ പോകുന്നത് എല്ലാവരുടെ ഹൃദയത്തിലല്ല, ആ ചെറിയവരായി തന്നെത്താൻ താഴ്ത്തി ആ ചെറിയ കൂട്ടത്തിൽ നമ്മളെപ്പോഴും എല്ലാ കാര്യത്തിലും താഴ്ത്തുന്നവരുടെ ഹൃദയത്തിൽ ദൈവം എഴുതുമെന്ന്. God will write his covenant in their heart. ദൈവം അവരോട് ഉടമ്പടി ചെയ്യും. ദൈവം അവരോട് ഒരു ഉടമ്പടി ചെയ്യും. സഭയിൽ വരുന്ന എല്ലാവരോടും ഉടമ്പടി ചെയ്യത്തില്ല. God will make a covenant with them. അവർ ചെറിയവരോ, ഫ്രം ലീസ്റ്റ് ടു ദ ഗ്രേറ്റസ്റ്റ്, God will make a covenant. ദൈവം ഒരു ഉടമ്പടി ചെയ്യും. നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ? ദൈവം ഒരു പുതിയ കാര്യം ചെയ്യും എന്ന് പറയുമ്പോൾ, with whom God is going to do it. To whom God is going to do it. ആരോട് ദൈവം ചെയ്യാൻ പോകുന്നു? എല്ലാവരോടുമല്ല. ഓ കർത്താവേ, ആ കൂട്ടത്തിൽ ഞാനും കാണണമേ. I want to humble myself. I desire nothing, Lord. ഒരു കാര്യത്തിലും എനിക്ക് എൻ്റെ സ്വാർത്ഥത വേണ്ട കർത്താവേ. ദിവസം തോറും അവരുടെ സ്വാർത്ഥതയും അവരുടെ ആ ഗ്ലോറി ടേക്കിംഗ് ആറ്റിറ്റ്യൂഡിനെ വിട്ടുകളയുന്നവരെ God is going to make a covenant with that small group. ആ ചെറിയ കൂട്ടത്തോടെ ഒരു കവനൻ്റ് ദൈവം ചെയ്യും. അവർ അപാലവൃദ്ധം, ചെറിയവർ തുടങ്ങി വലിയവരെയും അവർ ദൈവത്തെ അറിയും. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ, ദാറ്റ്സ് സംതിങ്, ഇറ്റ്സ് മോർ ദാൻ ആൻ ഓഷൻ. ദൈവത്തെ അറിയുക. ഡേ ആഫ്റ്റർ ഡേ അവർ ദൈവത്തെ അറിയുന്ന അറിവിൽ അവർ വളർന്നുകൊണ്ടേയിരിക്കും. അവർ ആ സ്വരൂപത്തിലേക്ക്, അവരുടെ ഹൃദയത്തിൽ നിന്ന് മൂടുപടം നീങ്ങിപ്പോകും. അവർ ആ സ്വരൂപത്തിലേക്ക് വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അവർ ദൈവ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായിത്തീരും. അവരെന്ത് ചെയ്യും? ദാനിയേൽ പ്രവചനം പറയുന്നത് എന്താ? 9-ാം അധ്യായത്തിൽ, those who know their God, they will make great exploit. God is going to do a new thing. ദൈവം ഒരു പുതിയ കാര്യം ചെയ്യും. എന്താ ചെയ്യുന്നത്? ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അവർ പ്രവർത്തിക്കുകയല്ല, God will work through them. Those who know their God,
ദൈവത്തെ അറിയാം. നമ്മൾ വായിക്കാറിയാം, ദാനിയേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേൽ വാസ് എ ബെലവഡ് പേഴ്സൺ ഫോർ ഗാഡ്. ഏറ്റവും പ്രിയ പുരുഷനായിരുന്നു. കാരണം എന്താ? ഹി വാസ് എ ഹംബിൾ മാൻ, ദാറ്റ്സ് ഓൾ, നത്തിങ് എൽസ്. ഹ്യൂമിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് എവർ ഹൈറ്റ് ഗോഡ് ടേക്ക് us, നമ്മളെ ഏത് തലത്തിലേക്ക് ദൈവം കൊണ്ടുപോയാലും, എന്തെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിച്ചാലും, നമ്മളൊരിക്കലും ഡോണ്ട് ഫൊർഗെറ്റ് വേർ വി വെയർ. നമ്മൾ ഇവിടെ നിന്ന് വന്നു എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കട്ടെ. അവരോട് ദൈവം ഒരു ഉടമ്പടി ചെയ്യും. God will work through them, God will dwell among them, and through them God will do mighty things. May God help us.